എൻ്റെ പേര് അബ്ദുൽ ഖാദർ. ബാർബർ ജോലിയാണ്. എൻ്റെ പിതാവിനും ഇതേ ബാർബർ ജോലിയായിരുന്നു. പിന്നെ 40 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം മതത്തിൽ ജാതിയോ ഉയർന്നവനോ താഴ്ന്നവനോ ഇല്ലെങ്കിലും ഇസ്ലാം മത വിശ്വാസികളിൽ ഈ സമ്പ്രദായം അവർ മനസ്സിലുണ്ട്. അതിൻ്റെ പേരിൽ ചില വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കാലത്തൊക്കെ ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇപ്പോഴും ആ ജാതി നോക്കുന്ന അവസ്ഥയുണ്ട്. കുറച്ചൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും അതിൽ ഇങ്ങനെ ഇപ്പോഴും അത് നോക്കുന്നവരുണ്ട്. ആ ജോലി തരം താഴ്ത്തി കാണിക്കുന്നവരുണ്ട്. അതൊരു വേറൊരു ജാതി പോലെ കാണുന്നവരുണ്ട്. അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഇല്ലെങ്കിലും ഒരു 85% എല്ലാ നാടുകളിലും ഈ വിവേചനം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ചില ഭാഗങ്ങളിൽ തന്നെ ഞങ്ങളുടെ മുസ്ലിമിൽ പെട്ടുള്ള ആളുകൾ തന്നെ മുസ്ലിം ബാർബറുടെ വീട്ടിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഖേദകരമായ വിഷയം നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ്. അഥവാ സ്കൂൾ തലത്തിൽ തന്നെ വളരെ ഒരു ബെഞ്ചിലിരിക്കുന്ന ആളുകൾ തമ്മിൽ തന്നെ ഒസാന എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പല പ്രാവശ്യം എനിക്കങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ കളികൾ കൂട്ടമായ ഞങ്ങൾ കൂട്ടുകാരിരുന്ന് കളിക്കുന്ന കളികളിൽ ഏർപ്പെടുമ്പോൾ ആ കളികളിൽ പോലും മക്കളൊക്കെ ഒസാന എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ മാറ്റപ്പെടുന്ന ഒരു രീതിയിൽ മനസ്സിൽ തോന്നുകയും ഇതൊരു മോശമായ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഞങ്ങളിതെന്ന് തോന്നുകയൊക്കെ ചെയ്ത ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലും എൻ്റെ എൻ്റെ പിതാവിന് ഈ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ജോലി ചെയ്തു. പക്ഷേ ഇനി എൻ്റെ മക്കളെയൊന്നും ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നില്ല. ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അവരൊന്നും ഇത് പഠിപ്പിച്ചിട്ടുമില്ല. ഇപ്പോൾ സാഹചര്യം കൂടെ അങ്ങനെ ചെയ്തു വരുന്നേ ഉള്ളൂ. ഇല്ലാതെ അവരോട് തൃപ്തിപ്പെട്ട് ചെയ്തൊന്നുമല്ല. എൻ്റെ സാഹചര്യം അങ്ങനെയായി, അതുകൊണ്ട് അങ്ങനെ പഠിച്ചു എന്ന് മാത്രം. ഞാൻ തൃപ്തിപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കളെയും കൂടെ ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കുറവ് ഞാൻ പഠിപ്പിക്കുകയുമില്ല. എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ആകെ ഒരു അളിയനുള്ളൂ. അദ്ദേഹം ഗൾഫിൽ പോയിട്ട് കുറച്ച് 2-3 വർഷമൊക്കെ നിന്ന് നാട്ടിൽ വന്ന് നോക്കി നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അന്വേഷിച്ച് നോക്കി നോക്കുമ്പോൾ 5 മക്കളുണ്ട്, പെൺമക്കൾ. തന്ത തളർന്ന് കിടക്കുക. ആ അവസ്ഥയിൽ ഞങ്ങളുടെ ഒസാമാരുടെ ഫാമിലിയിൽ പെടാത്ത തന്നെ ചെന്ന് ഞങ്ങൾ ഒസാമാരാണെന്ന് പറഞ്ഞിട്ട് പോലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി. ഞങ്ങളെല്ലാം നിശ്ചയമൊക്കെ ഉറപ്പിച്ച് വീട്ടിലെല്ലാ ആളുകളെയും വിളിച്ചിരുത്തിയൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് ബ്രോക്കർ വിളിച്ച് പറഞ്ഞു അവർ വരുന്നില്ല, ഒസാമാരാണെന്നും പറഞ്ഞിട്ടുള്ള വിവേചനം. വളരെ വിഷമം പിടിച്ചൊരു ഘട്ടമായിരുന്നു അത്. ആദ്യം ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു വിരുന്ന വീട്ടിലേക്ക് പോയാൽ, ഒരു വിവാഹ വീട്ടിലേക്ക് പോയാൽ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവരുടെ ഒപ്പം ഇരുത്തി ഈ ബാർബർ സമുദായത്തിൽപ്പെട്ടവരാരെയും അവർ ഇരുത്തി കൊടുക്കാറില്ല. തനിച്ച് മറ്റൊരു അവിടെ സ്ഥലത്തായിട്ട് അത് വേർതിരിവോടുകൂടി തനിച്ചായിട്ടാണ് കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കുന്ന ആ സ്ഥലത്തിരുത്തിയിട്ടോ അവർക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം അതേ അളവിൽ കൊടുക്കുക ചെയ്യാറില്ല. മാറ്റി ഇരുത്തിയിട്ടൊക്കെയാണ് കൊടുക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എൻ്റെ വാപ്പാക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ വാപ്പ അവിടെ നിൽക്കാതെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അവർ സുന്നത്തിന് പോയതാണെന്ന്. അപ്പോൾ അവർ വാപ്പാക്ക് ചോറ് കൊടുക്കാതെ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ സ്ത്രീ ചോദിക്കുകയാണ്, എന്താണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണില്ല ചോദിക്കുമ്പോൾ ആ പോലത്തെ ആൾ പറയുകയാണ്, ഇവർക്കൊന്നും ഇവിടെ കൊടുക്കൂല, അത് അപ്പുറത്ത് വേറെ സ്ഥലത്തിൽ കൊടുക്കുകയുള്ളൂ പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ ദേഷ്യം വന്നിട്ട് ഞങ്ങൾ സുന്നത്ത് കഴിക്കാൻ എന്നെ വിളിച്ചത്, അത് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂലിപ്പണിക്ക് പോയിരുന്നു, പല പണിക്കും പോയിരുന്നു. അപ്പോൾ പിന്നെ ഫാമിലിയായിട്ട് നമുക്ക് ഏറ്റവും പറ്റിയ പണി ഇത് തന്നെയാണ്. നമ്മളെ പേര് ഒരിക്കലും പോകില്ല എന്നും പറഞ്ഞിട്ട് ഏത് പണിയെടുത്ത് ഏത് ഡിഗ്രിയിലാണെങ്കിലും ഈ ബാർബർ എന്നുള്ള പേര് പോകില്ല എന്നുള്ളത് തന്നെ. പണ്ട് മുമ്പ് ഞങ്ങൾ വിളിച്ച ഞങ്ങളുടെ വീട്ടിലേക്ക് പിന്നെ ഒരു വിശേഷങ്ങൾക്കോ മറ്റുള്ള വരില്ല, ആഹാരം കഴിക്കില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഞങ്ങളും പോയി ആഹാരം കഴിക്കുന്നുണ്ട്, അവരിങ്ങോട്ട് വരുന്ന ആഹാരം കഴിക്കുക, മറ്റുള്ളതൊക്കെ ഉണ്ട്. വിവാഹ ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ സുഗമമായി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരുടെ മനസ്സിൽ ഇപ്പോഴും ആ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല ആ കുടുംബത്തിനെന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട്, ബാക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂർവികരോ കഴിഞ്ഞു പോയി, ഞങ്ങളും ഏകദേശം കഴിയും. ഇനി വരുന്ന തലമുറക്കെങ്കിലും നീതി കിട്ടണം. ഞങ്ങളും മുസ്ലിം തന്നെയാണ്, ഞങ്ങളും ഖുർആൻ തന്നെയാണ് ഓതുന്നത്, ഞങ്ങൾ നമസ്കരിക്കണം 5 തന്നെയാണ് ഫർളായിട്ടുള്ളത്. അതുപോലെ സക്കാത്തും അതുപോലെ നോമ്പും ഹജ്ജും ഉംറയും ഞങ്ങൾക്കുള്ള തന്നെയാണ്. അതിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈ വിവേചനം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.